നീറ്റ് പരീക്ഷാ വിവാദത്തിൽ വിദ്യാർത്ഥികളോട് മാതൃകാപരമായ സമീപനവുമായി ബീഹാർ സർക്കാർ. സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് എതിരെയുള്ള നിയമ നടപടികൾ ഒഴിവാക്കാൻ തീരുമാനം. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെയും സാധാരണക്കാർക്കെതിരെയും ചുമത്തിയ എഫ്ഐആറുകൾ ഉടനടി പിൻവലിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കി. അതേസമയം സമരത്തിന്റെ മറവിൽ ക്രമസമാധാനം തകർക്കാൻ ശ്രമിച്ച അക്രമികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി തുടരും. യുവജനങ്ങളുടെ ഭാവിയും രാജ്യത്തിന്റെ ക്രമസമാധാനവും ഒരേപോലെ സംരക്ഷിക്കുന്ന മാതൃകാപരമായ തീരുമാനവുമായാണ് NDA ഭരണത്തിലുള്ള ബീഹാർ സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. പരീക്ഷാ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് നടന്ന പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ യാതൊരുവിധ പ്രതികാര നടപടികളും ഉണ്ടാകില്ലെന്ന് ബീഹാർ സർക്കാർ ഉത്തരവിറക്കി. 26 വൈകുന്നേരം 6 മണിക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്ത എല്ലാ പരാതികളും എഫ്ഐആറുകളും അടിയന്തരമായി പിൻവലിക്കാൻ നിയമ നടപടികൾ ആരംഭിച്ചു. സമരത്തിൽ അറിയാതെ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാവി തകരാതിരിക്കാൻ സർക്കാർ കടുത്ത കരുതൽ കാട്ടുന്നുണ്ട്. കസ്റ്റഡിയിലെടുത്ത 694 പേരിൽ 339 പേരും വിദ്യാർത്ഥികളും പ്രായപൂർത്തിയാകാത്തവരുമായിരുന്നു. ഇവരെ വേഗത്തിൽ തന്നെ പരിശോധനകൾ പൂർത്തിയാക്കി മോചിപ്പിച്ചതായി ഭരണകൂടം അറിയിച്ചു. ഭാവിയിലും ഇവർക്കെതിരെ നേരിട്ടോ അല്ലാതെയോ യാതൊരുവിധ നടപടിയും ഉണ്ടാകില്ലെന്ന് സർക്കാർ ഉറപ്പ് നൽകുന്നു. അതേസമയം പ്രതിഷേധത്തിന്റെ മറവിൽ അക്രമം അഴിച്ചുവിട്ട ദേശവിരുദ്ധ ശക്തികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയാണ് ബീഹാർ സർക്കാർ സ്വീകരിക്കുന്നത്. SP-മാർ ഉൾപ്പെടെ 91 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും 14 സർക്കാർ വാഹനങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്ത അക്രമ സംഭവങ്ങളിൽ 355 പേരെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ക്രമസമാധാനം തകർക്കുന്ന അക്രമികളെ അടിച്ചമർത്തുന്നതിനൊപ്പം നിഷ്കളങ്കരായ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാടിന് വലിയ ജനപിന്തുണയാണ് ലഭിക്കുന്നത്. ജനം, ഡൽഹി.